ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഷക്കീല. അപ്പോൾ ഇന്ന് ടുഡേ സൺഡേ ആണ്. അപ്പോൾ ഞാൻ എണീച്ചത് ലേറ്റായിപ്പോയി, 8 മണിയായി. അപ്പോൾ അതിലൊരു പ്രഭാതമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇടിയപ്പം തേങ്ങാപ്പാലുമാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കണില്ല. അപ്പം ഞാൻ കറികളൊന്നും ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലാണ്. പിന്നെ ഇന്നലെ വാഷ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കറക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇടിയപ്പം ഉണ്ടാക്കാം. ഇതൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ചായ കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഇന്നലത്തത്. അപ്പോൾ രാത്രി ഞാൻ എപ്പോഴും നമ്മൾ കഴുകിയിട്ടൊക്കെയാണ് ഞാൻ കിടക്കണത്. അപ്പോൾ ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായുള്ളൂ. പിന്നെ ചായ കുടിച്ച പാത്രം ഉണ്ടാക്കാതെ. അപ്പം ഞാൻ രാവിലെ തലവേദന ഉണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ അതിന് ശേഷമുള്ള വ്ളോഗാണ് ഞാൻ എടുത്തേക്കണത്, വീഡിയോസാണ് എടുത്തേക്കണം. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കഴുകി. അപ്പം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിന്. അപ്പോൾ തിളച്ചു. അപ്പോൾ ഒരു ഇത്തിരി അധികം ഉണ്ടാക്കും ഇടിയപ്പം. രാത്രി ഉമ്മക്ക് അങ്ങനെ ഉമ്മ ചോറ് കഴിക്കില്ല. ഉമ്മക്ക് ഇത്തിരി ഷുഗർ ഉള്ളതുകൊണ്ട് ഉമ്മ രാത്രിയിൽ ചോറ് കഴിക്കില്ല. അപ്പോൾ രാത്രിക്ക് കൂടി കണക്കാക്കിയിട്ടാണ്. അപ്പം പിള്ളേർ കഴിക്കണമെങ്കിൽ കഴിക്കും. ഈ ചോറാണ് കഴിക്കണം. അപ്പം ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഇടിയപ്പമൊക്കെ ഞാനിപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം പൊടി വാട്ടിയതിന് ശേഷം ഞാൻ ഈ പൊടി ചൂടാറാൻ വെച്ച്. അപ്പോൾ എൻ്റെ ഒരു ചായ കുടിയാണ്. ചായ കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. ഇടിയപ്പത്തിന് വേണ്ടി പൊടി കുഴക്കലാണ്. അപ്പം ഞാൻ ചായപൊടിയൊക്കെ കഞ്ഞി ശേഷമാണ് ഞാനത് ചെയ്യണത്. ഇടിയപ്പത്തിന് പൊടി കുഴച്ചിട്ട് ഓൾറെഡി അച്ചും തട്ടുകളൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇത് കുഴച്ച് വെച്ചാൽ അച്ചിൽ വെച്ചിട്ടാണ് ഞാൻ പീച്ചത്. അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ ഇടിയപ്പം തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ അതിലും വേറൊരു ചെറിയൊരു പാത്രമുണ്ട് അച്ചിൻ്റെ താഴെ വെക്കണത്. അപ്പം ഞാൻ അതിലാണ്. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇടിയപ്പം കിട്ടുകയും ചെയ്യും വീറ്റാൻ. സാധാരണ തട്ടാണ് വെച്ച് കൊടുക്കണം. അപ്പോൾ തട്ടാകുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ കറക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതാണ് വെക്കണം. അപ്പോൾ ഇതിൽ ഇടിയപ്പം സെറ്റ് ആക്കിയതിന് ശേഷം ഞാനിങ്ങനെ അതിൽ വെക്കുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഒരു 8 ഇടിയപ്പം കിട്ടും. 4, 8 അങ്ങനത്തെ 8 ഇടിയപ്പം നമുക്കൊരു സെറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പൊടി ഞാൻ അതിലോട്ട് വെച്ച് വീച്ച് ഈ ഒരു 2 തട്ടിലും സെറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ ഇടിയപ്പത്തിന് വെച്ചേക്കണത്.
തേങ്ങാപ്പാലും റെഡിയാക്കി ഇടിയപ്പമാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ഇടിയപ്പം തേങ്ങാപ്പാലും ഉമ്മാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തലവേദന ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൂടി വന്ന് അത് രാവിലെ എണീച്ചതും ഇന്നലെ ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വീഡിയോ പിടിക്കാൻ വേണ്ടി എണീച്ചതാണ്. അപ്പോൾ അത് പിടിച്ചില്ല ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും ഇതൊക്കെ ഉണ്ട്, ബോറടിക്കണം, നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ വിടണം കേട്ടോ ആരായാലും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ എടുക്കുക, ക്ലീനിങ് എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇടിയപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ കറി ഇന്നലെ ഉമ്മ ഉണ്ടാക്കി, രാത്രിയിൽ ഉണ്ടാക്കിയെന്ന് കൊഴുവുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ മുളരച്ച കറിയാണത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ചെപ്പിലാക്കിയൊക്കെ വെക്കും. ഓൾറെഡി ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ നമ്മൾ ഫുഡൊക്കെ. അപ്പോൾ അധികം പച്ചക്കറിയൊക്കെ ചെപ്പ് ബോക്സിലാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അന്ന് തോരനും ഇതുമാണ്, പിന്നെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കിതെങ്ങനെയെങ്കിലും വീഡിയോ പിടിച്ച് ജസ്റ്റ് പോയി കിടക്കുക, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഫ്രൈ ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു തോരനാണ്. കടുക് പൊട്ടിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ല അപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൽ വേവിക്കാനാണ്. അപ്പോൾ പിന്നെ അപ്പുറത്ത് ഇതിൽ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടക്കാൻ പോണേണ്. അപ്പോൾ എന്തെങ്കിലും ഇനി ടൈം മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ബോറിംഗ് ആണോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നല്ലതാണോ എന്തായാലും നമ്മളെന്തായാലും അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഫ്രണ്ട്ലി മൈൻഡാണ് എൻ്റെ. അപ്പോൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ തിരുവോണത്തിലിട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഞാൻ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ തലവേദനൻ്റെ ഇതായതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. അപ്പം എൻ്റെ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മോള് ഭക്ഷണം കഴിക്കണാണ്. ഇതെൻ്റെ ഫിദാനെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഫിദാക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നാളെ സ്കൂൾ തുറക്കണല്ലേ, ചൊവ്വാഴ്ചയാണ് സ്കൂൾ തുറക്കണം. നാളെത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കണം. ഓരോന്ന് കലാപരിപാടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പുള്ളിക്കാർക്ക് നല്ലോണം വരയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനീ കിടക്കാൻ വേണ്ടിയാണ് ഗെയ്സ്. ഹലോ. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഒന്ന് ഒരുങ്ങി ഞങ്ങളിന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ മോൾക്ക് കോളേജൊക്കെ തുറക്കണല്ലേ. ഒരു വെക്കേഷനായിട്ട് ഇന്ന് ഇവിടെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഞാൻ വർക്കിന് പോകണോണ്ടിട്ട് എനിക്കങ്ങനെ പോകാനും പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കണേണ് പോകാൻ വേണ്ടി. അപ്പോൾ ഉമ്മ റെഡിയായി. നമ്മൾ ബീച്ചിൽ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഇളയ കുട്ടി വരുന്നില്ല, അവൾക്ക് മടിയായി. നിങ്ങൾ പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടെന്ന് പറയും. ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മൈൻഡൊക്കെ മാറി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാക്ക് ചെറിയ കാലിന് സർജറി ചെയ്തുകൊണ്ടിട്ട് ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളങ്ങനെ പോണേണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ എൻഡിലാണ് പോയിരുന്നത്. കാരണം ഉമ്മാക്ക് താഴത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേപോലെ ഒരു കാഴ്ച കണ്ട് നിങ്ങൾ കാണും ഗോൾഡൻ മനുഷ്യൻ. ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇല്ല. നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ന്യൂയോർക്ക് സിറ്റി,
നെതർലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ഒരു ഈ ആളുകളൊക്കെ കാണുന്നത്. പക്ഷെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊരു 2-3 മണിക്കൂറോളം ആളുണ്ടായിരുന്നു. ഗോൾഡനീസ് ബാബൂസ് എന്താണ് ആൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID അങ്ങനെയാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കോളേജൊക്കെ സ്കൂളുകൾ തുറക്കണണ്ടിട്ട് അതിൻ്റെ തിരക്കുണ്ട്. പുറത്തുനിന്നുള്ള അന്യസംസ്ഥാനത്തുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ടാക്കണല്ല. അപ്പം നമുക്കിവിടെ 6 മാസം സീസണാണ് കൊച്ചിയിൽ. അപ്പോൾ ഇനിയും കൊച്ചിയിൽ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൊച്ചി വന്ന് കാണുക. കൊച്ചി നമ്മളിപ്പോൾ ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ട്, ചെറായി ബീച്ചിൽ പോയിട്ടുണ്ട്, ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏത് ബീച്ചിൽ പോലും കൊച്ചിക്കാർക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. കാണാൻ അത്ര പുതുമല്ല, എന്നാലും നമുക്കൊരു വൈബാണത് ഫോർട്ട് കൊച്ചി ബീച്ച്. സീസണൊക്കെ വരുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു ബീച്ചിൻ്റെ അത്രയും കേരളത്തിൽ വേറെ എവിടെയും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. എനിക്കറിയില്ല, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഉമ്മാക്ക് കോളിഫ്ലവറും ഞാൻ മറ്റേ സവാള പോലത്തെ വഞ്ചി അത് വാങ്ങിച്ച് 3 കരിമീൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു ഇരിക്കാൻ. അപ്പോൾ അത് ഇത്തിരി തിരക്ക് കൂടി ആൾക്കാരൊരു ആകുമ്പോൾ 6-6:30 ആകുമ്പോഴല്ല അപ്പോഴാണൊരു വൈബ് കൂടുതലും കാണാൻ. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റും ഉണ്ടായിരുന്നു. വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇടയിൽ കുത്തി വരാത്തോണ്ടിട്ട് അങ്ങനെ നമ്മൾ വേഗം ഇതാക്കി. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ആ ഗോൾഡൻ മനുഷ്യൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ നിന്നു. കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു. ഉമ്മയും മകളൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും പോയി നിന്നു, വീഡിയോസ് ഒക്കെ എടുത്തു. ശേഷം ഒരു സുഖമില്ലാത്തൊരാൾക്ക് വേണ്ടി ഒരു പാട്ടുകളൊക്കെ പാടി അവർ പൈസ ഇതാക്കണാണ്. അങ്ങനെ ഒരു ഭാഗത്തൊരു സൈഡിൽ നടക്കണത് നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ കൂടി വന്നെയാണ്. അപ്പോൾ വളരെ ഇപ്പോൾ രാത്രിയായി, ഏകദേശം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് പറയുക, നമ്മൾ വീഡിയോസൊക്കെ പിടിക്കുമ്പോൾ ഇതറിയാമല്ല. അപ്പോൾ ഒരു വെട്ടം കുറവിൻ്റെ ഒരു ഇതുണ്ട്, ക്ലാരിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് എങ്ങനെയൊക്കെ വീഡിയോ പിടിച്ചത്. മഞ്ഞ പോലെ അതിന് ക്യാമറയൊക്കെ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറയൊക്കെ തുടച്ചിട്ടാണ് രണ്ടാമത് ഞാൻ വീഡിയോസ് പിടിച്ചത്. അപ്പോൾ ഇളയവൾക്ക് മൂത്തവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇളയ കുട്ടിക്ക് ഇനി പോകാനടുത്ത് പാനിപ്പൂരും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പോകാനടുത്ത് നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മളൊക്കെ അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഇത് മേടിച്ച് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് വീട്ടിൽ പോകാനുള്ള ഒരു മൈൻഡിൽ അങ്ങനെ നിന്നതാണ്. പക്ഷെ നമുക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല ഇതായിരുന്നു. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല നമുക്ക് ഇരിക്കാനും തോന്നി. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ അവരുടെ ഗ്യാങ് ഉണ്ടായിരുന്നു, ഈ പാട്ട് പാടുന്ന അവരുടെ കൂട്ടത്തിലുള്ള പിള്ളേരായിരുന്നു. അവർ കുറച്ച് ഡാൻസൊക്കെ ആക്കി നല്ല രസമായിരുന്നു കാണാൻ. കുറച്ച് ഉണ്ടായുള്ളൂ ഇങ്ങനെ എന്തോ മിസ്റ്റേക്ക്, ഓഡിയോസിൻ്റെ എന്തോ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു.
ലൈറ്റിന്റെ പവറൊക്കെ കണ്ടതേ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകണേണ്. അപ്പോൾ പുതിയതായിട്ടാണ് വീഡിയോസും കാര്യങ്ങളും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബായ്. ചോളത്ത്